ഹായ് ഫ്രണ്ട്സ്, ജോബിയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു സ്പേസ് അല്ലല്ലോ ഇവനെന്താ ഇതിനകത്ത് അത്ഭുതങ്ങളാണോ സൃഷ്ടിക്കുന്നത് അതോ മാജിക്കാണോ എന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പാവലൊക്കെ ഇങ്ങനെ പടവളമൊക്കെ പിടിച്ച് കിടക്കുന്നത് കണ്ടായിരുന്നല്ലോ. ഇപ്പോഴത്തെ പയർ റെഡി ആയിരിക്കുന്നതുണ്ടോ. ഒറ്റ ഒരാഴ്ചത്തെ ചേഞ്ചസിൽ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നാം. ഇത് കണ്ടോ, ഇത് അപ്പോൾ ഈ തത്ത ഇങ്ങനെ റിബൺ കെട്ടിയ വരത്തില്ലെന്ന് ഒരു കൃഷിക്കാരൻ പറഞ്ഞു. അപ്പോൾ എന്നാൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. തത്തയാണോ ആരാണോ, ഏതായാലും ഈ ഇതിന് തലപ്പ് നുള്ളാനായിട്ട് നമുക്ക് കൂടുതൽ വിളവ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ തലപ്പ് നുള്ളാൻ ആൾക്കാർ റെഡി, ആരാണ്ടൊക്കെ വന്ന് നുള്ളിയിട്ട് പോകുന്നുണ്ട്. എന്തായാലും നല്ല വിളവ് കിട്ടുന്നുണ്ട്, ഉണ്ടാവുന്ന ലക്ഷണമാണ് കാണിക്കുന്നത്. ഇത് ആലപ്പുഴ ബോട്ടിയേട്ടിൽ ഒരു അച്ചായൻ ഈ പച്ചക്കറി വിത്ത് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ അദ്ദേഹം അതും കൊണ്ടൊരു ജീവിതം കഴിയുന്ന മനുഷ്യനല്ലേ, അപ്പം എന്നാൽ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഇവിടെ 32 മണി ഉള്ള പയറാണ്. 32 മണി. അപ്പോൾ ഞാൻ സാധാരണ വിചാരിച്ചപ്പം നമുക്ക് 18 മണി 20 മണിയൊക്കെ എന്തോരം നീളം കാണുമല്ലോ. 32 മണി എന്ന് പറയുമ്പം അത് ഭയങ്കരമായിരിക്കും, നല്ല വലുപ്പമായിരിക്കും. പക്ഷെ ശരി, അച്ഛൻ പറഞ്ഞതൊക്കെ തന്നെ ഇത് നല്ല രീതി നീളം പോകും. പക്ഷേ ഇതേ കരിം പച്ച കളറാണ്. ഇതിൻ്റെ പൂവിനൊക്കെ ഉണ്ടോ ഒരുമാതിരി കറുപ്പ് കണ്ടോ. ഇപ്പോൾ രാവിലെ 7 മണി ആയതുള്ളൂ. എനിക്ക് ഈ 7 മണിക്കൊക്കെ വന്നാൽ എനിക്ക് വീഡിയോ ഒക്കെ പിടിക്കാൻ സമയമുള്ളേ. അത് കാരണം കറക്റ്റ് ലൈറ്റിൻ്റെ സമയം നോക്കി ഒന്നും എടുക്കാൻ എനിക്ക് നേരമില്ല. ഇപ്പോൾ പാടത്ത് പണി തുടങ്ങിയ കാരണം രാവിലെ ഇനിയിപ്പോൾ 8 മണിയാകുമ്പോൾ അങ്ങോട്ട് പോകണം. ഇനിയും നമുക്ക് വിളവ് കിട്ടുമ്പോൾ ഞാൻ ഫ്രീ ആകുന്ന സമയമായിരിക്കും. ഇതെല്ലാം ഒരു ടൈമിംഗ് ആണ് കേട്ടോ. കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ടൈമിംഗ് ആണ്. ഇതെല്ലാം വെള്ളരിയാണ്, വഴുതന എല്ലാം മാക്സിമം കുത്തി നിറച്ച് ചെയ്തിരിക്കുക. ഉണ്ടോ, പയർ ഇത്രയും ആയിട്ടുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ മേല. പിന്നെ ഇത് ദീപികയാണ്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത ഒരു വെറൈറ്റി ഉണ്ടോ. ആദ്യത്തെ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് വിളവെടുത്ത് തുടങ്ങാം പയർ. ഇനി അതിൻ്റെ ടേസ്റ്റ് കൂടെ എങ്ങനെ ഉണ്ടെന്ന് അറിയണം. ഉണ്ടോ, ഇത്രയേ ഉള്ളൂ. ഈ റിബൺ കെട്ടിയിരിക്കുകയാണ്. ഇത് ചിലപ്പം നോക്കട്ടെ, കുറച്ചുകൂടെ റിബൺ ഒന്ന് മേടിച്ചിട്ട് ചെയ്ത് നോക്കാം. ഏതായാലും ഒരു കൃഷിക്കാരൻ പറഞ്ഞു തന്നൊരറിവാണ്. ഓരോ അറിവും ചെറുതല്ല. ഉണ്ടോ, വെള്ളരി കയറി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഞാറ്റുതല നല്ലതാകാനൊരു സാധ്യത കാണുന്നത്. നമ്മൾ തൊടുന്നതെല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട്. കുട്ടനാട്ടിലെ നെൽകർഷകർക്കാണേലും ഇത്തവണ നല്ലൊരു വിളവ് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പ്രളയ സമയത്ത് ഇത് കണക്കായിരുന്നു, കരയ്ക്ക് എന്നാ വലിച്ചെറിഞ്ഞാലും പിടിക്കുമായിരുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം. താങ്ക് യു.